നമ്മളിപ്പോൾ ഇരിക്കുന്ന മുറികളിൽ നോക്കിയാൽ എത്ര സെമി കണ്ടക്ടർ ഉണ്ടാവും? ഫോണിലുണ്ട്, നിങ്ങളുടെ ക്യാമറയിലുണ്ട്, മൈക്കിലുണ്ടാവും, ലൈറ്റുകളിലുണ്ട്, ലൈറ്റ് കൺട്രോൾഡ് ആണ് ഇലക്ട്രോണിക്സ്, അതിനകത്തൊക്കെ ഉണ്ടാവും. ഒരു 300 എണ്ണം ഉണ്ടാവും ചിലപ്പം എൻ്റെ വീട്ടിലൊക്കെ നോക്കിയാൽ. അപ്പോൾ ഇന്ത്യയിൽ ആകെ എത്ര സെമി കണ്ടക്ടേഴ്സ് വേണം? ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ അഡ്വാൻസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ചിപ്പുകൾ, സെമി കണ്ടക്ടേഴ്സും അത്തരം. രണ്ടാമത് ബിഗ് ഡാറ്റ അനാലിസിസ്. നമ്മുടെ കയ്യിലുള്ള ഫോൺ ഒരു നോൺ പ്രൊഫഷണൽ ഉണ്ടാക്കി അത്ര വലുപ്പം ഉണ്ടാവും പറയും. നമ്മളിപ്പോൾ LED ബൾബില്ലേ, ഒന്നുമില്ല, അത് ആർക്കും വീട്ടിലുണ്ടാക്കാം. വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. ഈ മേക്ക് ഇൻ ഇന്ത്യ കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുമ്പോൾ ലോകം നമ്മളൊക്കെ വിചാരിക്കാൻ വലിയ സംഭവങ്ങൾ നടക്കേണ്ടതാണ്. അങ്ങനെ പോരാന്ന്. ചൈനയെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക? അമേരിക്കക്ക് ഇപ്പോൾ ചൈന വേണം. ഗൾഫിലുണ്ടായിരുന്ന അമേരിക്കയുടെ കൺട്രോൾ നഷ്ടപ്പെടാൻ പോവുക. അവർ എനിമീസായിട്ട് മാറും, ഉറപ്പായിട്ടും മാറും. ഈ ഒരു ഇറാൻ വാറിൻ്റെ ഒരു ഫോണ് നാളെ ഫോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിനകത്ത് വാലറ്റിൽ വെക്കാൻ പറ്റുന്ന ഫോണുകളുണ്ട്. പേപ്പർ ബാറ്ററി എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. അതും കൂടി വന്നു കഴിഞ്ഞാൽ അത് തരും. കുടിൽ വ്യവസായം പോലെ ചെറിയ ചെറിയ കമ്പനികൾ നടക്കാത്തൊരു രാജ്യമാണ് അമേരിക്ക. ഒക്കെ മാസീവായിട്ടുള്ള ടോട്ടലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുണ്ടാവും. അപ്പോൾ ഇത്തരം കോമ്പോണൻസ് ഉണ്ടാക്കിയിട്ട് അതൊക്കെ അസംബിൾ ചെയ്യുന്ന പണികളൊക്കെ ചെയ്യണമെങ്കിൽ. ഡോക്ടർ TPS സ്വാഗതം ABC ടോപ്പിലേക്ക്. നമ്മളുടെ പശ്ചിമേഷ്യയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഡൊണാൾഡ് ട്രംപ് 1 ഡസനോളം CEOമാരായിട്ട് ചൈനയിലേക്ക് പോകുന്നു. അവരൊരു എന്താ പറയുക, HD ചിപ്പുകളുടെ അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സിൻ്റെ വലിയൊരു ഡീല് ചൈനയുമായിട്ട് സംസാരിക്കുന്നു. എന്താണ് ഈ സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഈ വലിയ HD200 ചിപ്പുകൾ? നമ്മുടെ ഇലക്ട്രോണിക്സ് ആണ് ഇന്ന് റിമോട്ടായിട്ട് നമ്മൾ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഏത് മെഷീനും, ഇൻക്ലൂഡിങ് ഫ്രിഡ്ജ്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നമ്മളൊരു ടെമ്പറേച്ചർ വരെ അതിന് ഇലക്ട്രിസിറ്റി വേണം. അത് കഴിഞ്ഞ് ടെമ്പറേച്ചർ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ കണ്ടക്റ്റിംഗ് നിർത്തണം. ഇപ്പോൾ കണ്ടക്ടറായിട്ടുള്ളൊരു സാധനം തെർമോസ്റ്റാറ്റ് വെച്ചിട്ട് നമ്മൾ പണ്ട് കൺട്രോൾ ചെയ്ത പോലെ അതിനെ ഇലക്ട്രോണിക്സിൻ്റെ ഏത് ഭാഗം ഉപയോഗിച്ചിട്ടും ഇത്തരം കൺട്രോളിങ് സിസ്റ്റംസ്, കൺട്രോളേഴ്സ്, അതൊക്കെ സെമി കണ്ടക്ടേഴ്സാണ്. AC-യിൽ സെമി കണ്ടക്ടർ ഉണ്ടാവും, ടെലിഫോണിൽ സെമി കണ്ടക്ടർ ഉണ്ടാവും. നമ്മളിപ്പോൾ ഇരിക്കുന്ന മുറികളിൽ നോക്കിയാൽ എത്ര സെമി കണ്ടക്ടർ ഉണ്ടാവും അറിയാം? ഫോണുകളിലെല്ലാം ഉണ്ടാവും അല്ലേ? ഫോണിലുണ്ട്, നിങ്ങളുടെ ക്യാമറയിലുണ്ട്, മൈക്കിലുണ്ടാവും, ലൈറ്റുകളിലുണ്ട്, ലൈറ്റ് കൺട്രോൾഡ് ആണ് ഇലക്ട്രോണിക്സ്, അതിനകത്തൊക്കെ ഉണ്ടാവും. ഒരു 300 എണ്ണം ഉണ്ടാവും ചിലപ്പം എൻ്റെ വീട്ടിലൊക്കെ നോക്കിയാൽ. അപ്പോൾ ഇന്ത്യയിൽ ആകെ എത്ര സെമി കണ്ടക്ടേഴ്സ് വേണം? ഒരാളുടെ വീട്ടിൽ 300 ഉണ്ടെങ്കിൽ ജനസംഖ്യ കൊണ്ടും. അപ്പോൾ ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ കോംപ്ലക്സിറ്റി ഭയങ്കര വലുതാണെന്നും ഇതിൽ തായ്വാനാണ് ഇതിൽ വലിയ മികവുള്ളതെന്നും ഒക്കെ പറയുന്നതിൻ്റെ അർത്ഥം. ഇതിൽ ഏത് ഇലക്ട്രോണിക്സും ആർക്കും ഉണ്ടാക്കാം. നമ്മുടെ കയ്യിലുള്ള ഫോൺ ഒരു നോൺ പ്രൊഫഷണൽ ഉണ്ടാക്കി അത്ര വലുപ്പം ഉണ്ടാവും അറിയും. റൂമിനകത്ത് ഇരിക്കേണ്ടി വരും. വലിയ സാധനമായിരിക്കും. എപ്പോഴും ടെക്നോളജി അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആക്കാനുള്ള കഴിവാണ്. നമ്മുടെ ഫോണിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എൻ്റെ ബാറ്ററി തിക്നെസ്സാണ്. ബാക്കി ഇലക്ട്രോണിക്സ് ഒക്കെ എനിക്ക് ഒരു ചെറിയൊരു നമ്മുടെ വിസിറ്റിംഗ് കാർഡിൻ്റെ സൈസില്ലേ, അതിൽ ചുരുക്കാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് ഈ തിക്നെസ് കൊടുക്കുന്നത്? എൻ്റെ ഫോക്കൽ ലെങ്ത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ക്യാമറയാണ് ഒരു കാര്യം, രണ്ടാമത്തെ കാര്യം ബാറ്ററി. ഇത് രണ്ടും നന്നാക്കാൻ പറ്റിയാൽ, ക്യാമറ വേണ്ടാന്ന് വെച്ചാൽ ഫോണ് നാളെ ഫോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റിനകത്ത് വാലറ്റിൽ വെക്കാൻ പറ്റുന്ന ഫോണുകൾ വരും. പേപ്പർ ബാറ്ററി എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. അതും കൂടി വന്നു കഴിഞ്ഞാൽ അത് തരും. പക്ഷെ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഇലക്ട്രോണിക്സ് വളരെ കോമ്പാക്റ്റ് ആയിട്ട്, ചെറുതായിട്ട്, നൈസായിട്ട്, അതും ഏത് ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയിലാണല്ലോ. അത് ഉപയോഗിക്കുന്ന സമയത്തുണ്ടാവുന്ന കണക്ഷൻസിൽ ഒക്കെ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഒരേ മെറ്റീരിയൽ, ഒരേ സ്വഭാവമുള്ള മെറ്റൽ അല്ല. ഇവയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ മിനിമം കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ ഫോൺ ചൂടാവും. നമ്മുടെ പല ഫോണുകൾക്കുള്ളൊരു കുഴപ്പതാണ് അല്ലേ? അല്ല, ഈ സെമി കണ്ടക്ടേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായി. ഇതിനെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എന്തിനാണ് ഇത്രയും തായ്വാനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അത് അത്ര ഞാൻ അതാ പറഞ്ഞു വരുന്നത്. അത് ഇത്രയും കോമ്പാക്റ്റ് ആയിട്ട് മിനിമം സൈസിൽ പാക്ക്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു രാജ്യമാണ്. ചൈനയ്ക്ക് പോലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഇന്ത്യയിൽ ഇപ്പം നമ്മളിനി വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നത് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഉൽപ്പാദനത്തിലാണ്. അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം
എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 90,000 കോടി രൂപ ഇന്ത്യ ഗവൺമെൻറ് അതിന് മാറ്റിവെച്ചിട്ടുണ്ട്. ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഒരു ഉൽപ്പാദനം ഇന്ത്യയിലേക്ക് പൂർണ്ണമായി മാറിയാൽ, അല്ലെങ്കിൽ ഒരു മേജർ പോർഷൻ മാറിയാൽ, നമ്മളുടെ സമ്പത്തിനെ അത് ഗുണകരമായി. നമ്മുടെ എനിക്ക് തോന്നുന്നു ഇത് വലിയ ഫാക്ടറികളൊന്നുമില്ലാതെ തന്നെ വളരെ നോർമൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ലെവലിൽ വ്യാപകമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ ലോകത്തിൻ്റെ എല്ലാത്തിൻ്റെയും ആവശ്യം കൂടി വരികയാണ്. ഓരോ ടെക്നോളജി വരുമ്പോഴും നമ്മളൊരു ബൾബ് റീപ്ലേസ് ചെയ്യുമ്പോൾ അതിനകത്ത് റീപ്ലേസ് ചെയ്യുന്നു, ഒരു ഫോൺ റീപ്ലേസ് ചെയ്യുമ്പോൾ റീപ്ലേസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ എത്ര എണ്ണം വേണ്ടി വരും? നമ്മുടെ റിക്വയർമെൻറ്റ് മാത്രമല്ല, അത് ഓരോ പുതിയ ഡെവലപ്മെൻറ്റ് വരുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോഗ്രാംഡായിട്ട് ഹാർഡ്വെയർ പ്രോഗ്രാമിങ്ങോടുകൂടി ഉള്ള ചിപ്പുകൾ ഉണ്ടാക്കുമ്പോൾ, ഇതൊക്കെ ചിപ്പുകളാണ്, സെമി കണ്ടക്ടർ ചിപ്പുകളാണ്. ആ ചിപ്പുകളിലൊക്കെ പ്രോഗ്രാമിംഗ് അടക്കം ചെയ്തിട്ട് ഹാർഡ്വെയർ പ്രോഗ്രാം ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അത് മാസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ധനം വരുന്നത് നമ്മുടെ കയ്യിലായിരിക്കും. ഈ ഇപ്പം ഇതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി ഉണ്ടല്ലോ, ഇതിപ്പം ബൈക്കിലും കാറിലും തുടങ്ങി ഹെലികോപ്റ്ററിലും ഈവൻ മിസൈലുകളിൽ പോലും സെമി കണ്ടക്ടേഴ്സിലും എല്ലാത്തിലും സെമി കണ്ടക്ടർ. ഇതിൻ്റെ കോംപ്ലക്സിറ്റി കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഇന്ത്യക്കൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ഈ കണക്റ്റേഴ്സും സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞ ഒരു ചിപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസ് ഓഫ് പ്രോഗ്രാമിംഗ് സംഭവങ്ങളായിരിക്കും. ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ പ്രോഗ്രാമിംഗ് ലെവലിലും ഡിസൈൻ ലെവലിലുമാണ് ഇതിൻ്റെ പ്രത്യേകത വേണ്ടത്. അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ് പലതിലും. ഈ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതൊരു കുടിൽ വ്യവസായം പോലെ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചൈന പോലത്തെ ഒരു രാജ്യത്ത് എന്തിനാണ് ഇപ്പൊ അമേരിക്ക എന്നൊരു കമ്പനി, ഇപ്പൊ എൻവിഡിയ പോലുള്ള ഒരു കമ്പനി എന്തിനാണ് ഒരു വ്യാപാര കരാറിൽ? ചൈനയുടെ ഗുണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ചൈനയുടെ സ്റ്റൈൽ ഓഫ് വർക്കിംഗ് എൻറ്റിയർലി ഡിഫറെൻ്റ് ആണ്. അവിടെ എല്ലാവരും ഓൺടർപ്രൈനേഴ്സാണ്. അതിനൊരു പൊളിറ്റിക്കൽ റീസൺ ഉണ്ട്. അത് ഗവൺമെൻറ് ഫോഴ്സ് ചെയ്യുന്നതാണ്. ഇപ്പം GK നടത്തുന്ന ഈ ഒരു എൻ്റർപ്രൈസിങ് ആക്ടിവിറ്റി ABC മലയാളം, ആ ABC മലയാളത്തിൽ GKക്ക് 3 കുട്ടികളാവാം. പക്ഷെ GK അപ്പോയിൻ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എംപ്ലോയിക്ക് ഒന്നിലധികം കുട്ടികളുണ്ടായാൽ അന്ന് ആ എംപ്ലോയിയെ പുറത്താക്കണം. അങ്ങനെയാണ് ചൈനയിൽ. അങ്ങനെ ഒരു നിയമം ആണ് ചൈനയിൽ. അങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വേറെ പ്രസ്ഥാനങ്ങൾ തുടങ്ങണോ? ഇയാൾക്കും 2 കുട്ടികളായിപ്പോയാൽ ഇയാൾ എന്ത് ചെയ്യണം? കമ്പനി തുടങ്ങണം. അപ്പം ഞാനൊരു ബോട്ടിൽ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഞാൻ എന്ത് ചെയ്യും? ആ ബോട്ടിലിൻ്റെ അടപ്പ് താനുണ്ടായിക്കോളാൻ പറയും, എന്നിട്ടൊരു കമ്പനി തുടങ്ങിക്കോ. അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു പോളിസി ആകുമ്പോൾ ഓൺടർപ്രനേഴ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, കമ്പനികൾ തുടങ്ങിക്കൊണ്ടേയിരിക്കും. എത്രയോ കാലമായിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് അതൊരു സ്വാഭാവികമായ ഒരു പ്രോഗ്രാമാണ് ഓൺടർപ്രനർഷിപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യക്കൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ ഗവൺമെൻറ് നോക്കുമോ? വെക്കില്ലല്ലോ. അപ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ കൊണ്ടുവന്ന്, അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും പുതിയതായിട്ടുള്ള, നമ്മളിപ്പം ഈ ഗവൺമെൻറ് കുറേ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങുന്നത്. അവിടെ കാശ് കൊടുക്കാണ്ട് എല്ലാവരെയും അങ്ങനെയാക്കി മാറ്റാനുള്ളൊരു പോളിസിയാണ് ഉണ്ടാക്കിയത്. അതെ, ഏതാ എളുപ്പം? അതെ. അല്ല, അങ്ങനെ ഒരു സ്ഥലത്ത് എന്തിനാണ് അമേരിക്കൻ ഒരു കമ്പനി? ഇപ്പം നമ്മുടെ ലോകത്തിൻ്റെ ഡിമാൻഡ് നമ്മൾ ഇത്രയൊക്കെയാണെന്ന് അറിയാം. അപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് കുറേ കോമ്പണൻസ് അവിടെ നിന്ന് ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് ഏറ്റവും കൂടുതൽ ഐഫോണുകൾ മാനുഫാക്ചർ ചെയ്തിരുന്ന രാജ്യമാണ് ചൈന. എല്ലാ കോമ്പണൻസും പലയിടത്തും അവൈലബിൾ ആണ്. അമേരിക്കയിൽ അങ്ങനെ അവൈലബിൾ അല്ല. കമ്പനി US ആണെങ്കിലും മാനുഫാക്ചറിങ് ചൈന. മാസീവ് ആയിട്ടുള്ള കമ്പനികളല്ലാതെ കുടിൽ വ്യവസായം പോലെ ചെറിയ കമ്പനികൾ നടക്കാത്തൊരു രാജ്യമാണ് അമേരിക്ക. ഒക്കെ മാസീവായിട്ടുള്ള ടോട്ടലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ ഉണ്ടാവും. അപ്പോൾ ഇത്തരം കോമ്പോണൻസ് ഉണ്ടാക്കിയിട്ട് അതൊക്കെ അസംബിൾ ചെയ്യുന്ന പണികളൊക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് തായ്വാനും ചൈനയൊക്കെയാണ്. ഇന്ത്യയിലും ഇപ്പോൾ പോസിബിൾ അല്ല. ഇന്ത്യയിൽ ബറോഡ ഒഴികെ, ബറോഡയാണ് ഒരു സൂപ്പർ ചൈന എന്ന് വേണമെങ്കിൽ പറയാം. നോയിഡ ഒന്നുമില്ല. ബറോഡ എങ്ങനെ ഡെവലപ്പ് ചെയ്യും? ഓൺടർപ്രനർഷിപ്പ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് ഈ ചൈനയിലെ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഉൽപ്പാദനം നടക്കുന്ന സ്ഥലത്ത് പോയ ഒരാളെ ഞാൻ കണ്ടു. അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു വീടിൻ്റെ മുകളിൽ ഒരു ചെറിയ മുറിയിൽ
ഭാര്യയും ഭർത്താവും കൂടെ സെമി കണ്ടക്ടേഴ്സ് ഉണ്ടാക്കും. പക്ഷെ ഒരു ചെറിയ കോംപ്ലക്സിറ്റി കുറഞ്ഞ സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും. അവിടെ അവരിരുന്നിട്ട് സോൾഡർ ചെയ്ത് വേറെ സാധനം ചെയ്ത് ഒരു മെഷീനിൽ അടിച്ചെടുത്തിട്ട് അവരിങ്ങനെ മുട്ട ചുടുന്ന പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ട്, ഇത് അമേരിക്കയിലോ ഇന്ത്യയിലോ ആണെങ്കിൽ ഇങ്ങനെ ഒരു കമ്പനി റൺ ചെയ്യണമെങ്കിൽ ഒരു മാനേജർ, CEO, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്നിട്ട് ഈ ഒരു സെമി കണ്ടക്ടർ ചിപ്പ് പുറത്തു വരുമ്പോൾ ഉള്ള അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റിനെ പറ്റി അയാൾ എൻ്റെ അടുത്ത് അവിടെ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു. ബൾബ് ഉണ്ടാക്കണം. നമ്മളിപ്പോൾ LED ബൾബില്ലേ, ഒന്നുമില്ല, അത് ആർക്കും വീട്ടിലുണ്ടാക്കാം. വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. അല്ല, പക്ഷെ അതിനുള്ള ഡിസൈൻ അല്ലേ, ആ ഡിസൈൻ ഓൾറെഡി ഡിസൈൻ ചെയ്ത് നമ്മൾ ഒരാളെ പഠിപ്പിച്ച് ചെയ്യിപ്പിക്കണം എന്നായിരിക്കും. ഏത് വില്ലേജിലും ഏതാൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, കൈത്തൊഴിലായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല, നമ്മുടെ കുഴപ്പം. എത്രയോ റിക്വയർമെൻറ്റ്സ് ഉണ്ട് ഇവിടെ അല്ലേ. നമ്മൾ ഏത് സാധനം കൊടുത്താലും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാൾക്കാരുള്ള സ്ഥലമാണ് ഗുജറാത്തിൽ. നമ്മുടെ ഇവിടുത്തെ കുന്നംകുളം. കുന്നംകുളമൊക്കെ വളരെ സ്മോൾ സ്കെയിൽ അല്ലേ, സ്മോൾ സ്കെയിൽ അല്ലേ. അല്ല, കുന്നംകുളത്ത് ഇപ്പോഴില്ലെന്ന് തോന്നുന്നു, പണ്ട് അത്ര ഇല്ല. ഇപ്പൊ അവിടെയുള്ള മാന്യന്മാരൊക്കെ പോയി അവിടെ, അവരൊക്കെ ഗൾഫിൽ പോയല്ലോ, ആണ് കുഴപ്പം. അവിടെ ആ പണി ചെയ്യും, ഇവിടെ ചെയ്യില്ല, ആണ് വ്യത്യാസം. അപ്പോൾ ഈ ഒരു മാറ്റം ഭാരതത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ, ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സ്മോൾ സ്കെയിലിൽ വളരെ വലുപ്പമുള്ള കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1000-fold ഡെവലപ്മെന്റ് ഫോർ ലാസ്റ്റ് 10 years എന്നൊക്കെ ക്രെഡിറ്റ് ഉണ്ടല്ലോ. ശരിക്കും ഇത് മണ്ടത്തരം. എന്താ മണ്ടത്തരം എന്നറിയോ? രജിസ്റ്റർ ചെയ്യാതെ കിടന്ന എല്ലാ കമ്പനികളെയും രജിസ്റ്റർ ചെയ്തു. ഇവരൊക്കെ പണ്ട് ചെയ്യുന്ന പണി തന്നെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 കൊല്ലത്തെ ടാക്സ് ബെനിഫിറ്റ് കിട്ടും, LLP ആക്കിയാൽ എന്ന് പറയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? രജിസ്റ്റർ ചെയ്യും. അപ്പോൾ രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ എണ്ണം നോക്കുമ്പോഴോ ഡ്രാസ്റ്റിക് ആയിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ ഡ്രാസ്റ്റിക് ആയിട്ട് കമ്പനിയൊന്നും കൂടിയിട്ടില്ല. കുറച്ച് മാറ്റം വന്നിട്ടുണ്ടാവും, വളരെ കുറച്ച്. ഇപ്പോൾ കുറച്ച് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഭാരതം എന്ന് പറയുന്ന ഒരു വലിയൊരു രാജ്യത്ത് ഈ പറയുന്ന കൗണ്ടൊന്നും അല്ല വേണ്ടത്. അതിനുള്ള ഒരു ഡെവലപ്മെന്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ തെലങ്കാനയിലൊക്കെ സംഭവിച്ചിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഗ്രോത്ത് ഒക്കെ അല്ല, ഈ പറയുന്ന ഗ്രോത്ത് എന്ന് പറയുന്നതൊക്കെ നമ്മൾ കാണുന്ന വളരെ മിനിമം ആണെന്ന് ഞാൻ പറയുന്നത്. ഞാൻ ജീവിക്കുന്നത് സംഭവിച്ചാൽ പോരാന്നുള്ളതാണ്. പോരാ. നമ്മുടെ ഡെവലപ്മെന്റ് ഇപ്പോൾ ലാസ്റ്റ് 10 years നടക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ, ഈ മേക്ക് ഇൻ ഇന്ത്യ കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുമ്പോൾ ലോകം നമ്മളൊക്കെ വിചാരിക്കാൻ വലിയ സംഭവങ്ങൾ നടക്കേണ്ടതാണ്. അങ്ങനെ പോരാന്ന് പറയും. പ്രൊജക്ഷൻസ് വളരെ കൂടുതലും ഓൺ ദ ഗ്രൗണ്ട് വളരെ കുറവാണ്. കാരണം ഒന്നാമത് ട്രെയിനിങ്ങുകൾ കുറേ വേണം, എല്ലാവരും അതിന് റെഡിയാവണം. നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിൽ ഇത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ മക്കളെപ്പോലും നമ്മൾ ചിലപ്പോൾ അതിന് വിടില്ല. ഒരു ഗവൺമെൻറ് ജോലി, അതാണ് സോഷ്യൽ സ്റ്റാറ്റസ് എന്നൊക്കെ തോന്നുന്ന ലെവലിൽ നിന്ന് നമ്മൾ മാറിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ ചൈനയിൽ അവർക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള, പിന്നെ ഈ CEO പോകുന്നതും ക്യാൻവാസ് ചെയ്യുന്നതൊക്കെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഇപ്പം ചൈനയെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുക? അമേരിക്കക്ക് ഇപ്പോൾ ചൈന വേണം, മറ്റ് പല രാജ്യങ്ങളും അവരുമായിട്ടുള്ള ടൈപ്പ് മാറി. അപ്പോൾ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഗൾഫിലുണ്ടായിരുന്ന അമേരിക്കയുടെ കൺട്രോൾ നഷ്ടപ്പെടാൻ പോവാണ്. അവർ എനിമീസായിട്ട് മാറും, ഉറപ്പായിട്ടും മാറും. ഈ ഒരു ഇറാൻ വാറിൻ്റെ ഒരു ബാക്കി പത്രം എന്ന് പറയുന്നത് ഗൾഫിലും അമേരിക്കയുടെ സാന്നിധ്യം ഇല്ലാണ്ടാവുന്നതാണ്. പക്ഷേ ഇസ്രയേൽ പൂർണ്ണമായും പിന്നെ UAE അയൺഡോം ഉൾപ്പെടെ പട്ടാളക്കാരെ ഉൾപ്പെടെ വിട്ടുകൊടുത്ത് വരുമ്പം ഇസ്രയേലിന്റെ ഒരു കണക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കയുമായിട്ട് അത് ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു അമേരിക്ക. പക്ഷെ ഈ ഒരു സമയത്താണ് ഞാൻ പറയുന്നത്, ഈ വാറ് കഴിഞ്ഞാൽ ഇപ്പോൾ പിൻവലിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ പിൻവലിച്ചാൽ രണ്ടുപേരും ശത്രുക്കളാവും. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ചൊരു സമയം പിടിക്കും. പക്ഷെ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദാറ്റ്. കാരണം മുസ്ലിം നേഷനും അമേരിക്കയും തമ്മിൽ ഇപ്പം ട്രേഡ് നടക്കുന്നത് കൊണ്ടും ബിസിനസ് നടക്കുന്നത് കൊണ്ടും അമേരിക്ക അവരെ സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ബേസിക്കലി ഇപ്പം പണ്ട് ഇറാഖിന് യുദ്ധം വന്ന സമയത്ത്, ഇറാഖ് വന്ന സമയത്ത് ഇറാൻ്റെ ഭാഗത്തായിരുന്നു അമേരിക്ക. ഇപ്പോൾ ഇറാനെതിരായി. അപ്പോൾ ഇന്ന് ഗുണമുള്ളവരാണ്, നമ്മളൊരു ബേസ് തന്നിട്ടുണ്ട്, നമുക്കൊരു ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞാൽ യു വിൽ ബിക്കം പാർട്ട്ണർ. നാളെ നേരെ തിരിച്ചടിക്കും അവർ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സാണ് പ്രാധാന്യം. അപ്പോൾ പൊളിറ്റിക്കലി ആ ബിസിനസ് വെച്ചിട്ട് പൊളിറ്റിക്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് ഈ ഒരു മാറ്റം. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഓരോ പുതിയ 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 ഡെവലപ്മെൻറ്റ് വരുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള പുതിയ ചിപ്പുകൾ വരും. അതുകൊണ്ടാണ് NVIDIA എന്ന് പറയുന്ന പേര്. ന്യൂ വേർഷൻ ഐഡിയ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്ന പേര്.
അതെ അതെ ന്യൂ വേർഷൻ ഐഡിയ എന്നാണ്. അപ്പോൾ ഓരോ പുതിയ ഐഡിയയും വരുമ്പോൾ അതിൻ്റെ ന്യൂ വേർഷൻസ് ഇലക്ട്രോണിക്സിൽ മാറ്റം വരുത്തുന്നതാണ് ഈ ചിപ്പുകൾ. ഈ ചിപ്പുകളാണ് സെമി കണ്ടക്ടേഴ്സ്. എന്താണ് അതാണ് കമ്പനിയുടെ പേരിൽ ഒരു കൗതുകം ഉണ്ടല്ലോ, എന്തായിരുന്നു അത്? NVIDIA. NVIDIA. NV എന്ന് പറയുന്നത് ന്യൂ വേർഷൻ ആണ്. അല്ല, അവർ സേവ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച പറഞ്ഞിരുന്നു, അവർ ആ കമ്പനി ആരംഭിക്കുന്ന സമയത്ത് അവർ സേവ് ചെയ്തുകൊണ്ടിരുന്ന EV എന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് മാറിയിട്ടാണ് NVIDIA എന്നായത്. പിന്നെ NV എന്ന് പറയുന്ന ഒരു വാക്കും അതിനകത്തുണ്ട്. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ NVing എന്നല്ലേ പറയാം. ആ NV എന്ന് പറയുന്നത് പ്രൊനൗൺസിയേഷനിൽ അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ഡെവലപ്മെന്റ് മാറ്റം. അങ്ങനെയാണ് ആ പേരിട്ടത്. അങ്ങനെയാണ് അറിവ്. ഇപ്പം നമ്മുടെ ഈ AI കാലത്ത് AI ഏജന്റുമാർ തമ്മിൽ സോഷ്യൽ മീഡിയ വരെ ഇട്ടിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. അപ്പം ഈ ഒരു AI ഡെവലപ്മെന്റ് വരുമ്പോൾ ഈ ഉപയോഗിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ ഓരോ തവണയും അല്ല ഓരോ മാസവും തന്നെ ഈ അപ്ഡേറ്റുകൾ വേണം. അപ്പം ഈ ചിപ്പുകൾ ഇനിയും എത്രയും ഡെവലപ്പ് ചെയ്തുണ്ടാക്കുന്നു അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കില്ലേ ഈ ഒരു ബിസിനസ് വരണം. സോഫ്റ്റ്വെയർ നമ്മൾ ഹാർഡ്വെയറിനോട് സംസാരിച്ചിട്ട് ചെയ്യുന്ന പ്രോസസ്സിങ് അതിന് ചെറിയൊരു ഡിലേ ഉണ്ടാവും. ഓക്കെ, അതിന് പകരം ഹാർഡ്വെയറിൽ തന്നെ ചെയ്യാന്ന് വിചാരിക്കും, ഫാസ്റ്റ് ആവും. കുറച്ചുകൂടെ ഒന്ന് മനസ്സിലായി. അതായത് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും മനസ്സും ശരീരവും പോലെ നിൽക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഹാർഡ്വെയറിനോട് സംസാരിച്ചിട്ട് പ്രോഗ്രാം കണക്ട് ചെയ്തിട്ടാണ് സോഫ്റ്റ്വെയർ പ്രോഗ്രാം. ആ പ്രോഗ്രാമിലുള്ള മാറ്റങ്ങളൊക്കെ വരുന്നത് ഹാർഡ്വെയറിൽ പോയിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നതും പ്രോഗ്രാം ചെയ്യുന്നതും അതിൻ്റെ കോഡ് ഇരിക്കുന്നതും ഒക്കെ അവിടെയാണ്. അങ്ങനെയാണ് ഇൻട്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് സമയം വേണം. അതിന് പകരം ഒരേ പ്രോസസ്സിങ് കുറേ പ്രാവശ്യം ചെയ്യാനുള്ളൊരു മെത്തഡോളജി എനിക്ക് വേണ്ടെന്നായിരിക്കും. അങ്ങനെയാണ് സോഫ്റ്റ്വെയറിന് അവിടെ പങ്കിട്ടുള്ള കാര്യമില്ല. ഈ സോഫ്റ്റ്വെയർ തന്നെ ഹാർഡ്വെയറിലേക്ക് എംബഡ് ചെയ്യാൻ പറ്റും. അല്ല, പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ. അതായത് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒന്ന് ഹാർഡ്വെയറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറിയിടത്ത് ഉണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ സിസ്റ്റം മാറ്റാതെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ആ കാലത്ത് ഹാർഡ്വെയർ കോസ്റ്റ്ലിയർ ആയിരുന്നു. ഓക്കെ, ഇപ്പൊ ഹാർഡ്വെയർ കോസ്റ്റ്ലിയർ അല്ല. നമ്മളിപ്പോൾ ആരും ഒന്നും റിപ്പയർ ചെയ്യാതെ ഉപയോഗിക്കുന്ന ലോകത്തേക്കാണ് പോകുന്നത്. എത്ര പേര് TV റിപ്പയർ ചെയ്യും? കുറവാണ്. കേടുവന്ന അപ്പം കളയും. ഫോൺ എത്ര പേര് റിപ്പയർ ചെയ്യും? കേടുവന്ന അപ്പം കളയും. അല്ല, ഫോണിന്റെ തുകയൊക്കെ കൂടുതലാണ് പാർട്സിന്റെ തുക. അത് ഇതുകൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ കാറ് നമ്മൾ റിപ്പയർ ചെയ്യും. ഗൾഫിൽ ഒരാളും കാർ റിപ്പയർ ചെയ്യാറില്ല. ചെറിയൊരു ആക്സിഡന്റ് ആയിട്ട് കടന്നു കഴിഞ്ഞാൽ അതവിടെ ഉപേക്ഷിക്കാൻ പോവുക. ഇൻഷുറൻസ് കരുതും. പോലീസുകാർ അത് അങ്ങനെ തന്നെ എടുത്തിട്ട് ക്രാഷ് ചെയ്തിട്ട് കളയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ലോകം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഹാർഡ്വെയറിൽ അത്രയേ വിലയുള്ളെങ്കിൽ പിന്നെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും മാറ്റിയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയം കളയാതെ പ്രോഗ്രാമിംഗ് തന്നെ ഹാർഡ്വെയറിലാക്കിയാൽ എങ്ങനെ വർക്ക് ചെയ്യും? അതാണ് ഈ ചിപ്പുകൾ ഡിമാൻഡ് കൂടാൻ കാരണം. അല്ല, ഇപ്പോൾ ഓൾറെഡി ഇതിൽ ഒരു പ്രോഗ്രാം എംബഡഡ് അല്ലേ? എംബഡഡ് ആണ്. പക്ഷെ അതൊരു ഇൻട്രാക്ടിങ് പോലും ഇല്ലാതെ ഓരോന്നിനും നമുക്ക് അതിൻ്റെതായ സോഫ്റ്റ്വെയർസ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഇമേജ് പ്രോസസ്സിംഗ് ആണ് ഞാൻ ചെയ്യുന്ന പണി. എൻ്റെ ആകെ പണി ഒരു ഇമേജ് കിട്ടിയാൽ അതിനെ ബ്രൈറ്റൻ ചെയ്യുക എന്നുള്ളതെന്ന് വിചാരിക്കാം. അതിന് സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. പണ്ടെടുക്കുക, ഉടനെ മാറ്റുക. അത് ഇതിനകത്ത് തന്നെ ഹാർഡ്വെയറിൽ തന്നെ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ ക്യാമറകളിൽ പണ്ട് നമ്മൾ ക്യാമറയിൽ നിന്ന് പുറത്തെടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്താലാണ് നമുക്കതിനെ എൻഹാൻസ് ചെയ്യാനൊക്കെ പറ്റുക. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ക്യാമറയിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എൻഹാൻസ്ഡ് ആയിട്ട് വരും. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ലൈറ്റ് കുറവോ കൂടുതലോ വരുന്ന സമയത്ത് എക്സ്പോഷർ ടൈം മാറ്റും. എന്നിട്ട് കിട്ടുന്ന എപ്പോഴും ഒരേ സ്റ്റാൻഡേർഡിൽ ബ്രൈറ്റ് ആയിട്ട് തരുകയും ചെയ്യും. അത് ഹാർഡ്വെയറിലാണ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഹാർഡ്വെയറിൻ്റെ ഡിമാൻഡ് കൂടി. ഹാർഡ്വെയറിൻ്റെ ഡിമാൻഡ് കൂടുമ്പോഴാണ് ഈ പറയുന്ന ചിപ്പുകളുടെയും സെമി കണ്ടക്ടേഴ്സിൻ്റെയും ഒക്കെ ഡിമാൻഡ് കൂടുന്നത്. വളരെ വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ട്രംപിനോട് ചൈനയുടെ ഭരണാധികാരി പറഞ്ഞത് നിങ്ങൾ തായ്വാനുമായി ഇടപാട് നടത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് അത്ര വലുതാണ്. ആ ഇമ്പോർട്ടൻസ് ഇന്ത്യ നേരത്തെ മനസ്സിലാക്കി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ചായി, പക്ഷെ ആ മാസീവായിട്ടുള്ള സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പം അമേരിക്ക എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ റഷ്യയിൽ നിന്ന് മേടിക്കരുത്. എപ്പോഴും ഈ കോൺട്രാക്റ്റുകൾ വരുന്ന സമയത്ത് ഞാൻ എങ്ങനെ ബിസിനസ് ചെയ്യുന്നതല്ല, മറ്റേ ആളെങ്ങനെ നിങ്ങളടുത്ത് ബിസിനസ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഐഡിയ. അതിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന് എത്ര കോസ്റ്റ് ഒക്കെ വരുമായിരിക്കും? ഡിപ്പെൻസ് ഓൺ ഏത് ചിപ്പ് എന്തിനാണ് ആവശ്യം എന്നുള്ളത്. വളരെ മിനിമം കാശിലിപ്പം 50 രൂപ മുതൽ 5000 രൂപ വരെയുള്ള ചിപ്പുകളുണ്ടാവും. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ ഒരു സുഹൃത്ത് CCTV വെക്കാനായിട്ട് വന്നപ്പം ക്യാമറയ്ക്ക് 2500 രൂപയും
അതിനകത്ത് വെക്കുന്ന മെമ്മറി കാർഡ് വേണമെങ്കിൽ അതിന് 4500 രൂപ എന്ന് പറയും. ഞങ്ങൾ തന്നെ ഇപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക്, ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൻ്റെ വില നോക്കിയപ്പോൾ നേരത്തെ 7000 ഉണ്ടായിരുന്നു, ഇപ്പോൾ 14000 രൂപ. യുദ്ധത്തിൻ്റെ പേരാ പറയണേ. ഇപ്പോൾ ഈ ഒരു ഹൈക്ക് പെട്ടെന്നുണ്ടായതാണ്. എനിക്ക് തോന്നുന്നു 1 മാസം 1.5 മാസമായിട്ടുള്ളൂ. അല്ല, നമ്മൾ എത്ര കോമ്പാക്റ്റ് ആയിട്ട് സാധനങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഇതിനകത്തിരിക്കുന്ന ക്യാമറ മെറ്റാ ഗ്ലാസ് ആണ്, അപ്പോൾ ക്യാമറയാണ്. ആ ക്യാമറയുടെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഹാർഡ്വെയർ കംപ്ലീറ്റ് ഇതിനകത്താണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹാർഡ്വെയർ പാക്ക് ചെയ്യുന്നത് നമ്മുടെ ഒരു വലിയ ക്യാമറയ്ക്ക് ചെയ്യാൻ പറ്റുന്ന മിക്കവാറും പ്രോസസ്സിങ് ഇതിനകത്തും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മൾ കോമ്പാക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് കണ്ണാടിയുടെ കാലിലേക്ക് മാറ്റി. അതുകൂടാതെ സൗണ്ട് തരാൻ പറ്റുന്ന മൈക്കും ഉണ്ട് ഇതിനകത്ത്. ചെവിക്കകത്തേക്കൊന്നും വെക്കണ്ട, ഒന്നും വെക്കണ്ട, എനിക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ ക്യാമറയിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് സൗണ്ട് കൂടി റെക്കോർഡ് ചെയ്യുന്ന സാധനം. അപ്പോൾ ഇത് കോംപ്ലിക്കേഷൻസ് കൂടുതലേ ചെയ്യുക. കോമ്പാക്റ്റ് ആക്കിയിട്ട് മാറ്റണം. ഇതൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഹീറ്റ് ആവരുത്. ഏത് ടെമ്പറേച്ചർ കണ്ടീഷനിലും വർക്ക് ചെയ്യണം. ഇതൊക്കെ വലിയ പ്രോബ്ലമാണ്. അതിൻ്റെ അകത്ത് മഴ കൊണ്ടാലും വെള്ളം കയറിയാലും പ്രശ്നമാവരുത്. നമ്മൾ പണ്ടൊരു ക്യാമറയൊക്കെ വരുന്ന സമയത്ത് അതിനകത്ത് ഫാൻ വേണം, മാഗ്നറ്റ് വേണം, ഇതൊക്കെ വേണ്ടേ? ഏത് ഒരു സൗണ്ട് സിസ്റ്റത്തിനും ഒരു മാഗ്നറ്റ് വേണ്ടേ? അതൊക്കെ ഇതിനകത്ത് പാക്ക് ചെയ്തിരിക്കല്ലേ. അപ്പോൾ ഇത് വളരെ സർവ്വസാധാരണമായി കോമ്പാക്റ്റ് ആക്കി കൊണ്ടുവരികയാണ്. ക്യാമറയുള്ള പ്രാധാന്യം അതിൻ്റെ ബിഹൈൻഡുള്ള ഇലക്ട്രോണിക്സാണ്. അതിൻ്റെ സ്കാനർ, അതിൻ്റെ നമ്പർ ഓഫ് ലൈൻസ്, നമ്മുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഫോർമാറ്റിലാണെങ്കിൽ അതിൽ എത്ര ലൈൻസ് വരക്കാൻ പറ്റുമെന്നാണ് അതിൻ്റെ റെസൊല്യൂഷൻ. അത് 6000 ആണെങ്കിൽ 6K ആണ് നമ്മുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അത് 12000 ആക്കാനും പറ്റണം, എനിക്ക് 36000 ആക്കാനും പറ്റണം, ഡാറ്റ വോളിയം കൂട്ടാതെ ചെറുതാക്കാനും പറ്റണം. അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രോഗ്രാമിംഗ് ഇതിനകത്ത് വേണ്ടേ? ഡിസ്പ്ലേയിൽ ഉണ്ടാകുന്ന വരകളാണോ അതിൻ്റെ റെസൊല്യൂഷൻ? നമ്മുടെ ഒരു ഫോർമാറ്റിൽ ഈ ക്യാമറയുടെ ഒരു ഫോക്കസ് വന്നിട്ട് ഇവിടെ പടം വരുമ്പോൾ എത്ര റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ലൈൻസ് എനിക്ക് സേവ് ചെയ്യാൻ പറ്റും, അതാണ് റെസൊല്യൂഷൻ. അപ്പോൾ നമ്പർ ഓഫ് ലൈൻസ് കുറച്ചിട്ട് എനിക്ക് ഇമേജ് എടുക്കാം, പക്ഷെ നാളെ സൂം ചെയ്യേണ്ടി വന്നാൽ അതുകൊണ്ടല്ല ഹൈ ഡെൻസിറ്റി. ആ ഹൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്ര ലൈനാണെന്നാണ്. 36000 വരക്കാൻ പറ്റിയാൽ അത്രയും സൂം ചെയ്യാൻ പറ്റും. അത് 72000 ആക്കിയാലോ എനിക്ക് ആ പടം എടുത്തിട്ട് എനിക്ക് വലിയ ബാനർ ഇട്ടാലും പിക്സൽ ബ്രേക്കിംഗ് കാണില്ല, ക്ലീൻ ആയിരിക്കും. അത് പോസ്റ്റ് പ്രോസസ്സിങ്ങിന് പറ്റില്ല. ഞാൻ ചെറിയ റെസൊല്യൂഷനിൽ എടുത്തിട്ട് എനിക്ക് വലിയ റെസൊല്യൂഷൻ ആക്കണമെങ്കിൽ അത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ്. ഇത് ഹാർഡ്വെയറിൽ പ്രിന്റഡ് ആണ് നമ്മൾ ഈ പറയുന്ന സംഭവം. നമ്മൾ ഈ ഗൂഗിൾ മാപ്പിലൊക്കെ നമ്മളിപ്പോൾ പിക്ചർ കാണുമ്പോൾ അങ്ങനെ സൂം ചെയ്താലും വലിയ ഒരു ബിൽഡിങ്ങുകളുടെ സ്റ്റെയർ അടക്കം നമുക്ക് കൗണ്ട് ചെയ്യാൻ കാണാൻ പറ്റും. പക്ഷെ ലോ റെസൊല്യൂഷൻ പക്ഷെ അത് ഡിഫറെന്റ് ലെയേഴ്സിൽ സൂം ചെയ്യാൻ ആവശ്യത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ലെയർ അല്ല, അത് സൂം ചെയ്യുന്നതല്ല. ഏറ്റവും മിനിമം റെസൊല്യൂഷനിൽ ഒന്ന് വെച്ചിട്ടുണ്ടാവും, അതിന് മുകളിൽ വേറെ റെസൊല്യൂഷൻ, അങ്ങനെ ഒരു 10-20 ഡിഫറെൻറ്റ് റെസൊല്യൂഷനിൽ അവൈലബിൾ. നിങ്ങൾ സൂം ചെയ്യുമ്പോഴത്തേക്കും ഇവിടുന്ന് ഡിസ്കണക്ട് ചെയ്ത് മറ്റേ ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ്. പക്ഷെ ഇതൊക്കെ എടുക്കുന്നത് ഒരു ചെറിയ വണ്ടി ഓടിപ്പോകുമ്പോൾ ഉള്ള ചെറിയ ഒരു ക്യാമറയിൽ നിന്നാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ കോമ്പാക്ട്നെസ് നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഇതിനൊരു ഡേറ്റ കളക്ട് ചെയ്യുന്ന വണ്ടി ഇപ്പം ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ അഡ്വാൻസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ചിപ്പുകൾ, സെമി കണ്ടക്ടേഴ്സും അത്തരം സംഭവം. രണ്ടാമത് ബിഗ് ഡാറ്റ അനാലിസിസ്. ഇതിനകത്തൊക്കെ ഈ ചെറിയ ചിപ്പിൽ ഇത്രയും വലിയ ഡാറ്റ കറക്റ്റ് ചെയ്യാൻ പറ്റണ്ടേ? അത് വലിയൊരു സംഭവമാണ്. പണ്ട് ഹാർഡ്വെയർ മാറുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. സോഫ്റ്റ്വെയർ മാറുക എന്നുള്ളത് കുറച്ചും കൂടി ലെവൽ താഴെയാണ്. ഡാറ്റ എന്ന് പറയുന്നത് പെർമനൻ്റ് ആണ്. അപ്പോൾ ഹാർഡ്വെയർ എപ്പോൾ തട്ടിക്കളഞ്ഞിട്ടും എനിക്ക് പുതിയ ഹാർഡ്വെയർ ആണ്. നമ്മളിപ്പം ഫോൺ മാറ്റില്ല, പക്ഷെ അപ്ഡേറ്റ് എത്ര പ്രാവശ്യം നടത്തും? ഇപ്പോൾ ഹാർഡ്വെയർ സെയിം, സോഫ്റ്റ്വെയർ മാറിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഡാറ്റയോ നമ്മൾ 20 കൊല്ലം മുമ്പ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഫോണായിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടാവും. നമ്പറും ആൾക്കാരും ഒന്നും മാറുന്നില്ലല്ലോ. ഡേറ്റ ഇങ്ങനെ ക്യാരി ഓവർ ചെയ്ത് എത്ര സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താലും ഡാറ്റ പെർമനൻ്റ് ആണ്. അതാണ് ബേസ് ഈസ് ഡാറ്റ, സോഫ്റ്റ്വെയർ ഈസ് നെക്സ്റ്റ് ലെവൽ, ഹാർഡ്വെയർ ഈസ് നെക്സ്റ്റ് ലെവൽ. ഇതെപ്പോൾ വേണമെങ്കിലും എനിക്ക് തെറിക്കാം. ഇനി ഹാർഡ്വെയർ കംപ്ലീറ്റ് കളഞ്ഞാലും പുതിയ ഫോൺ വരുമ്പോൾ ഈ ഫുൾ ഡാറ്റ അതിനകത്തേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. 10 ഫോൺ മാറ്റുമ്പോഴും ആദ്യം ഉപയോഗിച്ച ഡാറ്റ അതുപോലെ ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവും. പ്രൊഫൈല്, വാട്സപ്പ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാമല്ലോ. എന്തായാലും സെമി കണ്ടക്ടേഴ്സിൻ്റെ ലോകം വളരെ വലുതാണ്. TPSൻ്റെ അടുത്ത് സെമി കണ്ടക്ടേഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡായി ചോദിച്ച് മനസ്സിലാക്കാൻ അറിയില്ല എന്നുള്ളൊരു പ്രശ്നത്തിലാണ് ഇപ്പോൾ ഞങ്ങളിരിക്കുന്നത്. എന്തായാലും കിട്ടിയ അറിവുകൾ വളരെ വലുതാണ്. നന്ദി TPS. താങ്ക് യു സോ മച്ച്. താങ്ക് യു TPS.